യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 2-3 തിരുവചനം. ബന്ധനസ്ഥനായ ജെറുസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുൾ ചെയ്തു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാകുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, പിശാച് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും നമ്മുടെ സകല വസ്തുക്കളുടെ മേലും അധികാരാധിപത്യം കൊടുക്കുന്ന പാപത്തെ നമുക്ക് പൊട്ടിച്ചെറിയാം. പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, പാപജട ലോകസുഖങ്ങളാകുന്ന പൊടിയിൽ നിന്ന് നമുക്ക് തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കാം. പാപവും പാപ സാഹചര്യങ്ങളും പാപം നിറഞ്ഞ വ്യക്തികളും പാപം നിറഞ്ഞ സുഖങ്ങളും പാപം നിറഞ്ഞ എല്ലാ വസ്തുക്കളുമായിട്ടുള്ള സകല ബന്ധവും പൊട്ടിച്ചെറിയാം. വചനത്തിലൂടെ ദിവ്യകാരുണ്യം നൽകുന്ന വാഗ്ദാനം, നിങ്ങൾ വിലവ്യം കൂടാതെ വിൽക്കപ്പെട്ടെങ്കിൽ പരിഫിതം കൂടാതെ നിങ്ങൾ മോചിതരാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യയുടെ അനുഗ്രഹവും കൃപയും നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകാൻ തടസ്സമായി നിൽക്കുന്ന പാപമാകുന്ന ചെറിയ മതിലുകള് പൊട്ടിച്ചെറിയാം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ വേട്ടയാടുന്ന എല്ലാ പൈശാചിക സമൂഹങ്ങളിൽ നിന്നും, എല്ലാ ദുരാത്മ സേനകളിൽ നിന്നും, എല്ലാ പൂർവിക തലമുറ ശാപപാപ ബന്ധനങ്ങളിൽ നിന്നും ഞാനും നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിടുതൽ അനുഭവത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പാപവുമായിട്ട് സകല ബന്ധവും അവസാനിപ്പിക്കണം. പാപസുഖങ്ങളിൽ നിന്ന് എഴുന്നേൽക്കണം. പാപജട ലോക സുഖങ്ങൾ വെറുത്തുപേക്ഷിക്കണം. അപ്പോൾ വചനത്തിലൂടെ, വചനമാവുന്ന ഈശോ നൽകുന്ന വാഗ്ദാനം, വില കൂടാതെയാണ് നിങ്ങൾ വിൽക്കപ്പെട്ടതെങ്കിൽ പ്രതിഫലം കൂടാതെ എല്ലാ നരക പാതാള ബന്ധനത്തിൽ നിന്നും നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവമക്കള്, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഈ ദൈവമക്കളുടെ കുടുംബങ്ങള്, പ്രിയപ്പെട്ടവര്, ഇവരെയും ഇവരുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇവരെയും ഇവരുടെ കുടുംബത്തിൽ ദൈവിക സാന്നിധ്യത്തെ എടുത്തു കളയുന്ന, ഇവരെയും ഇവരുടെ കുടുംബത്തിലേക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും അനർത്ഥങ്ങളും വിതയ്ക്കുന്ന, അതിന്റെ മേൽ കാരണമായിട്ട് തീരുന്ന ഇവരുടെയും ഇവരുടെ കുടുംബത്തിന്റെ തലമുറകളുടെയും എല്ലാ പാപങ്ങളും, പാപം വിതയ്ക്കുന്ന ദുരാത്മാക്കളും, പാപം വിതയ്ക്കുന്ന പൈശാചിക സമൂഹങ്ങളും, ഇവിടെ മരിച്ചുപോയ തലമുറയിലെ പൂർവീകരും എല്ലാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങള്, അതിലൂടെ അവകാശം പറഞ്ഞ് ഈ മക്കളെയും കുടുംബത്തെ വേട്ടയാടുന്ന എല്ലാ ദുരാത്മ പൈശാചി സേനകളെ, ദുഷ്ടപിശാചിന്റെ അപുരാതന സർപ്പമായ ദുഷ്ടപിശാചിന്റെ സാത്താൻ എല്ലാ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മത്തായി 16 വചനത്തിൽ നിന്നുകൊണ്ട് ഈ മക്കളെ, ഇവരുടെ കുടുംബത്തിൽ, ഇവിടെ തലമുറകളെ പാപമെന്ന പൈശാചിക അവസ്ഥയെ വിതച്ചുകൊണ്ട് ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് കാരണമാവുന്ന എല്ലാ പാപം വിധിക്കുന്ന ദുരാത്മാക്കളും ദുഷ്ടപിശാചികളെയും റോമ 1:29-31 വചനത്തിലൂടെയും, ഗലാത്യ 5:19-21 വചനത്തിലൂടെയും, വെളിപാട് 21:5 വചനത്തിലൂടെയും, മത്തായി 15:19 വചനത്തിലൂടെയും, 1 തിമോത്തി 1:9-10 വചനത്തിലൂടെയും, 1 കൊരിന്തോസ് 6:9-10 വചനത്തിലൂടെയും ഈ മക്കളെയും ഈ കുടുംബങ്ങളെയും ഇവിടെ തലമുറകളെയും ഇവിടെ പ്രിയപ്പെട്ടവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പാപം വിതയ്ക്കുന്ന എല്ലാ ദുരാത്മാക്കളെ, പാപാവസ്ഥകളെ, ദുഷ്ടപിശാചികളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്താലും, ഈശോയുടെ തിരുവിലാപ്പിളർന്നൊഴുകുന്ന പരിശുദ്ധ രക്തത്താലും പരിശുദ്ധ ജലത്താലും, ഈശോയുടെ തിരുശിരസിൽ ഒഴുകുന്ന പരിശുദ്ധ രക്തത്താലും, ഈശോയുടെ എല്ലാ പീഡാസഹനത്തിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാലും, പരിശുദ്ധ കത്തോലിക്ക സഭയോടും സഭാ കൂട്ടായ്മയുടെ പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോ എനിക്ക് നൽകിയുള്ള കൃപയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അനന്തമായ ശക്തിയിലും ഈശോയുടെ കരുണയിലും ശരണപ്പെട്ടുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും ഔസേപിതാവിന്റെ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും 12 അപ്പോസ്തലന്മാരുടെയും കരം പിടിച്ചുകൊണ്ട് ഈ മക്കളെ, ഇവരുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പാപശാപ ബന്ധനങ്ങളെയും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ, പരിശുദ്ധ വചനത്താൽ 1 യോഹന്നാൻ 3:8-22 ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഫിലിപ്പി 2:9-10-11 യേശുവിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 വെളിപാട് 21:2-3 യേശുവിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. പരിപൂർണ്ണ വിടുതൽ, പരിപൂർണ്ണ സൗഖ്യം. ഇതാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം കുടുംബങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവനിൽ നിന്നും അവളിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും പാപം വിധിക്കുന്ന പൈശാചി സമൂഹങ്ങളെ യേശുനാമത്തിൽ, നാഹും 1:13 ആ പാപത്തിന്റെ അടിമത്തിന്റെ മുഖത്തെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിത്യപാതാളത്തിന്റെ അടിത്തട്ടിലേക്ക്,
7-ാം അടിതരകത്തിൽ യേശുവിന്റെ നാമത്തിൽ ആക്ഷേപിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലും ഭവനങ്ങളുടെ മേലും ഇപ്പോൾ തന്നെ ഈശോയുടെ പരിശുദ്ധ തിരുവിലാപ്പള്ളം ഒഴുകുന്ന പരിശുദ്ധ രക്തവും പരിശുദ്ധ ജലവും തളിക്കപ്പെടട്ടെ എന്നും Hebreയർ 12:29 പറയുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലും കുടുംബത്തിന്റെ മേലും ഇവിടെ വസ്തുക്കളുടെ മേലും മണ്ണിന്റെ മേലും എല്ലാം ഇറങ്ങി എല്ലാ തിന്മകളും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോട്ടെ എന്നും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ സാധാരണ ദുഷ്ടാരൂപികളെ സൈന്യത്തെ മുഴുവനോട് യേശുവിന്റെ തിരിച്ചോര കൊണ്ട് നാമത്തിൽ വചനത്തിൽ ബന്ധിച്ച് നിത്യനരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യവും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലും കുടുംബങ്ങളിലും തലമുറകളിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.